ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് റുബല്ല ഇൻഫെക്ഷനെ പറ്റി സംസാരിക്കാം. ഇത് ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. ജർമ്മൻ മീസിൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വരുമ്പോൾ ചെറിയ റാഷസ് പോലെ, മണൽ വാരിയിട്ട പോലെ ചെറിയ റാഷസ് ഫേസിലും നെക്കിലും ഒക്കെ ഉണ്ടാകും. ചെറിയ രീതിയിൽ ഫീവറും ഉണ്ടാകും. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഈ സിംറ്റംസ് എല്ലാം സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് മദറിന് ഇത് നിസ്സാരമായിട്ടുള്ള ഇൻഫെക്ഷനായിട്ടേ വരുള്ളൂ. പക്ഷേ ബേബിക്ക് ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഈ വൈറസ് പ്ലാസൻ്റ വഴി ക്രോസ് ചെയ്തിട്ട് ബേബിക്ക് ഇൻഫെക്ഷനും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബേബിക്ക് പല പ്രോബ്ലങ്ങളും ഉണ്ടാവും. പ്രഗ്നൻസിയിലെ ആദ്യത്തെ മാസങ്ങളിലാണെങ്കിൽ 85% ഓഫ് ബേബീസിനും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് അബോർഷൻ ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടി ഉള്ളിൽ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടിയുടെ ബ്രെയിന്, കിഡ്നി, ലിവർ, സ്പ്ലീൻ, ലങ് എല്ലാം അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. കാട്രാക്റ്റ്, തിമിരം വരാനുള്ള, കുഞ്ഞിന് തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെവിയുടെ കേൾവിക്ക് പ്രശ്നങ്ങൾ വരാറുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്കിന്നിൽ സ്കാറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമാന്യവും അല്ലെങ്കിൽ ലേണിംഗ് പഠിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പല രീതിയിലും ഇത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതും പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ബേബിയുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ 3 മാസത്തിൽ പ്രഗ്നൻസിയിൽ കൺഫേംഡ് ആയിട്ട് മീസിൽസ് മദറിന്, ജർമ്മൻ മീസിൽസ് മദറിന് വരികയാണെങ്കിൽ, റുബല്ല ഇൻഫെക്ഷൻ മദറിന് വരികയാണെങ്കിൽ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് ചില സന്ദർഭങ്ങളിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ റുബല്ല എന്നുള്ള ഇൻഫെക്ഷൻ നമുക്ക് ഒരു വാക്സിനേഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം MMR എന്നുള്ളൊരു വാക്സിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ മീസിൽസ്, മംസ്, റുബല്ല എന്നീ അസുഖങ്ങളെ അത് പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നീട് റുബല്ല വരാനുള്ള ചാൻസ് ഇല്ല. ഈ റുബല്ല വാക്സിൻ എടുത്തിട്ട് വാക്സിന് ആൻറ്റിബോഡീസ്, ഇതിനെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡി ശരീരത്തിലുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ്. റുബല്ല IgG ആൻറ്റിബോഡിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ സ്ത്രീക്ക് പ്രതിരോധ ശക്തി ഉണ്ട് റുബല്ല ഇൻഫെക്ഷനെതിരെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലർ വാക്സിൻ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ജർമ്മൻ മീസിൽസ് വരികയാണെങ്കിൽ അവരുടെ IgG ആൻറ്റിബോഡിയും റുബല്ല IgM ആൻറ്റിബോഡിയും നോക്കിയാൽ IgG ആൻറ്റിബോഡി നല്ല രീതിയിലുണ്ടെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. IgM ആൻറ്റിബോഡി കൂടുതലാണെങ്കിൽ, ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ റുബല്ല വാക്സിനേഷൻ ഉണ്ട്, അത് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രഗ്നൻസി ടൈമിൽ റുബല്ല വരാതെ ഇരിക്കും നമുക്ക്. അപ്പം എല്ലാവരും MMR വാക്സിൻ ചെറിയ കുട്ടികളാകുമ്പോഴും എടുക്കണം. പിന്നെ ആൻറ്റിബോഡി ഇല്ല എന്നുണ്ടെങ്കിൽ റുബല്ല വാക്സിനും എടുത്താൽ ഇത്രയും കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടേ പ്രഗ്നൻസി ആകാൻ പറ്റുള്ളൂ. പ്രഗ്നൻസിയിൽ ഈ റുബല്ല വാക്സിനും എടുക്കാനും പാടില്ല.